പാലാ രൂപത ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായ മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക. എന്താണ് മാനസാന്തരം? ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2:13 പറയുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. ഹൃദയം നുറുങ്ങി ദൈവമായ കർത്താവിലേക്കുള്ള ഒരു മടക്കയാത്രയാണത്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ അതാണ് നാം കാണുന്നത്. പുത്ര അവബോധവും പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള തിരിച്ചുവരവും. മാനസാന്തരത്തിലേക്ക് ഒരുവനെ ക്ഷണിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹത്തോട് പ്രത്യുത്തരിക്കാൻ നമുക്ക് കൃപ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതിനാൽ മാനസാന്തരം കേവലം മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല. പിന്നെയോ യോഹന്നാൻ 6:44 പറയുന്നത് പോലെ എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. കത്തോലിക്ക മതബോധന ഗ്രന്ഥം 1431 ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നു: ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാനുള്ള ആഗ്രഹവും തീരുമാനവും ഉൾക്കൊള്ളുന്നതാണ് മാനസാന്തരം. മാനസാന്തരത്തോടുകൂടി രക്ഷാകരമായ വേദനയും ദുഃഖവും ഉളവാകുന്നു. സഭാപിതാക്കന്മാർ അതിനെ മനസ്സിൻ്റെ പീഡ, ഹൃദയവ്യഥ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. പാപങ്ങളാൽ നാം കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കുന്നതിലൂടെയാണ് മനുഷ്യഹൃദയം യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുന്നത്. എഫേസോസ് 6:17 ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളുകൊണ്ട് ഹൃദയം മുറിയപ്പെടുമ്പോഴാണ് ആത്മാക്കൾ യഥാർത്ഥമായ അനുതാപത്തിലേക്ക് നയിക്കപ്പെടുക. അപ്പസ്തോല പ്രവർത്തനം 2:37-38 വചനം: ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ഒരൊറ്റ ദിവസം കൊണ്ട് 3000 പേർ മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി 3:2 സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. വിശുദ്ധ മർക്കോസ് 1:14 യേശു ദൈവത്തിൻ്റെ സുവിശേഷം ഗലീലയിൽ പ്രസംഗിച്ചതും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 5:32 ഈശോ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ്. പ്രിയമുള്ളവരെ, മാനസാന്തരത്തിനായി എന്നും എപ്പോഴും ദൈവം നമ്മെ ക്ഷണിക്കുന്നു. മാനസാന്തരം എങ്ങനെ സംഭവിക്കുന്നു? ഹെബ്രായർ 4:12 വചനം പറയും പോലെ ഹൃദയത്തെ തുളച്ചു കയറി ചെല്ലുന്ന ഇരുമുന വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവവചനം കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ മാനസാന്തരം സംഭവിക്കാം. വിശുദ്ധ യോഹന്നാൻ 6:63 ദൈവത്തിൻ്റെ ആത്മാവും ജീവനുമായ വചനം ഒരുവന്റെ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറുമ്പോൾ ഹൃദയത്തിൻ്റെ പരിവർത്തനം അഥവാ മാനസാന്തരം സംഭവിക്കുന്നു. ദൈവാത്മാവാകുന്ന ദിവ്യാഗ്നി ഉള്ളത്തെ ഉരുക്കി വാർത്തെടുക്കുന്നു. സ്വന്തം ആന്തരിക സത്ത തിരിച്ചറിയുവാൻ സത്യാത്മാവ് ഒരുവൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നു കൊടുക്കുന്നു. ആത്മീയ അന്ധതയിൽ നിന്നും പാപ അവസ്ഥയിൽ നിന്നും മുക്തി നേടുവാൻ തക്കവിധം പശ്ചാത്താപവും പാപബോധവും ഉണർത്തുന്നു. ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിപത്ത് പാപബോധമില്ലായ്മയാണെന്ന് വിശുദ്ധ ജോൺ പോൾ പാപ്പ പറഞ്ഞു. ഒരുവൻ്റെ ആത്മീയമോ ശാരീരികമോ മാനസികമോ ഭൗതികമോ ആയ പ്രതിസന്ധിയിൽ, സംഘർഷത്തിൽ, തകർച്ചയിൽ വ്യക്തിയിലേക്ക് പരിവർത്തനത്തിൻ്റെ ശക്തമായ കാറ്റ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
ആഞ്ഞു വീശുമ്പോഴാണ് വ്യക്തിയിൽ ആഴമായ മാനസാന്തരം സംഭവിക്കുന്നത്. ഒരുതരം നിസ്സഹായ അവസ്ഥയിൽ തനിക്കില്ലാതെ പോകുന്നത് നൽകി തന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന ശക്തമായ ബോധ്യവും മാനസാന്തരത്തിലേക്ക് വഴിതെളിക്കും. നിസ്സഹായ അവസ്ഥ മാത്രമായാൽ അത് നിരാശയിലേക്കും നിഷേധാത്മകതയിലേക്കും ആത്മഹത്യയിലേക്കും വരെ നീങ്ങാം. അതാണ് യൂദാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. നാം ഓർക്കണം, ഈശോയുടെ പീഡാസഹനങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം ശിഷ്യന്മാരുടെ നിസ്സഹായതയിൽ തകരുകയും തളരുകയും ചെയ്ത് അടച്ചിട്ട മുറിയിൽ കഴിഞ്ഞവരുടെ അടുക്കലേക്ക് നൈരാശ്യമോടെ എമ്മാവുസിലേക്ക് നടന്നവരുടെ പക്കലേക്ക് ഉദ്ധിതൻ സമാധാനവുമായി കടന്നു വന്ന് പന്തക്കുസ്തായുടെ കൊടുങ്കാറ്റ് അനുഭവം, അഗ്നിസ്നാനാനുഭവം സ്വീകരിക്കുവാൻ അവരെ ഒരുക്കി. അവരിൽ മാനസാന്തരം സംഭവിച്ചു. ഇറങ്ങിപ്പോയവർ മടങ്ങി വന്നു. ഭീരുക്കൾ ധൈര്യശാലികളായി. ഒളിച്ചിരുന്നവർ പുറത്തിറങ്ങി. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ പ്രസംഗിച്ചു. കേട്ടവർ ഹൃദയം നുറുങ്ങി മാനസാന്തരമുണ്ടായി. കരിസ്മാറ്റിക് നവീകരണ രംഗത്തും ഇത്തരത്തിലുള്ള മാനസാന്തരങ്ങളാണ് ആദ്യകാല പ്രാരംഭ ധ്യാനങ്ങളും പ്രാർത്ഥനാ സമ്മേളനങ്ങളിലും സംഭവിച്ചു കൊണ്ടിരുന്നത്. സ്വന്തം അപര്യാപ്തതയെ അല്ലെങ്കിൽ ആന്തരിക സംഘർഷത്തെ, അതിനു കാരണമായ മേഖലയെ ദൈവീക ശക്തിയുമായി ദൈവാത്മാവുമായി ബന്ധിപ്പിക്കുമ്പോൾ, സ്വയം അടിയറവ് വയ്ക്കുമ്പോൾ പരിഹാരവും മുക്തിയും കരഗതമാകുന്നു. ആഴത്തിലേക്ക് വല വീശുന്നതിനു പകരം ആത്മാവിൻ്റെ ഉപരിതലങ്ങളിൽ മാത്രമാണ് തങ്ങൾ വ്യാപരിച്ചതെന്ന് തിരിച്ചറിയുമ്പോൾ അനുഭവപ്പെടുന്ന ഹൃദയ നൊമ്പരം, അനുതാപം, പശ്ചാത്താപം ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് വേരിറക്കുമ്പോൾ ഉന്നത സ്വർഗവസതികളിലേക്ക് ചില്ലവിടർത്തുന്ന മാനസാന്തരം കൈവരുന്നു. റോമ 12:2 പറയുന്ന മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെട്ട പുതിയ മനുഷ്യനായ വ്യക്തി മാറുന്നു. നിലവിലുണ്ടായിരുന്ന സ്വാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് ദൈവേഷ്ടം അന്വേഷിച്ച് നിറവേറ്റുന്നു. റോമ 12:21 തിന്മയ്ക്കു കീഴടങ്ങാതെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുന്നു. സ്വഭാവ പ്രകൃതിയുടെ സമൂലമായ ഒരു ഉടച്ചു വാർക്കലാണ് മാനസാന്തരം. മെറ്റനോയിയ ഒരു പുനർജീവിതമാണത്. കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ മാത്രമല്ല മാനസാന്തരം സംഭവിക്കുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ മാനസാന്തരം അമ്മ മോനിക്കയുടെ പ്രാർത്ഥനാഫലമായിരുന്നു. സാവൂളിൻ്റെ മാനസാന്തരം ദൈവാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു. ഹൃദയം തുറക്കുന്നത് കർത്താവാണ്. അപ്പസ്തോല പ്രവർത്തനം 16:15 ഇത് നാം വായിക്കുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. റോമ 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് കഴിയും. മാനസാന്തരപ്പെട്ട വ്യക്തി സ്വാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് ദൈവഹിതം വിവേചിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നു. റോമ 12:21 പറയുന്നത് പോലെ തിന്മയ്ക്ക് കീഴടങ്ങാതെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുന്നു. പ്രിയമുള്ളവരെ, മാനസാന്തരത്തിൻ്റെ ഫലമായ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുനിമിഷം ആഹ്വാനം ചെയ്യുന്നു. ഹൃദയ പരിവർത്തനത്തിലൂടെ, ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവിലൂടെ പാപത്തെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് പ്രയത്നിക്കാം. ആമേൻ.